ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിൻ്റെ ഒരു പരിപാടിയിൽ കഴിഞ്ഞ ദിവസം പങ്കെടുത്തതിൻ്റെ കാര്യം ഞാനിവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്ന് അദ്ദേഹത്തിൻ്റെ പ്രസംഗം ഞാൻ കുറച്ചു നേരം കേൾക്കുകയും ആ കേട്ടതെല്ലാം മനസ്സിൽ മായാതെ കിടപ്പുണ്ട്. അപ്പോൾ അത് പൊതുസമൂഹത്തിൽ പറയേണ്ട കാര്യമാണെന്ന് എനിക്കും കൂടി തോന്നിയത് കൊണ്ടാണ്. കാരണം അത്രയും അർത്ഥവത്തായിട്ടുള്ള ഒരു കാര്യമാണ് അദ്ദേഹം അന്ന് അവിടെ സംസാരിച്ചത്. മറ്റൊന്നുമല്ല, അദ്ദേഹം പറഞ്ഞൊരു ചിന്ത, ഇപ്പോൾ പൊതുവേ വരുന്ന പല ആളുകൾക്കും വരുന്നൊരു ചിന്ത, വെള്ളിയാഴ്ച പെരുന്നാൾ വന്നു കഴിഞ്ഞാൽ പെരുന്നാൾ നിസ്കാരം വേണോ, അല്ല ജുമാ നിസ്കാരം വേണോ എന്നുള്ളൊരു ചോദ്യം പലയിടത്തുനിന്നും വന്നു തുടങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ചില സ്ഥലത്തൊക്കെ ഈ ഇറച്ചി വെട്ടുന്ന ആളുകൾ, മറ്റ് അതുപോലെ എന്തെങ്കിലും ജോലി ചെയ്യുന്ന ആളുകളൊക്കെ അവിടെ തന്നെ കുളിച്ച് വൃത്തിയായിട്ട് ആ ഒരു പറമ്പോ കാര്യങ്ങളോ കിട്ടിയെങ്കിൽ അവിടെ തന്നെ നിസ്കാരവും കാര്യങ്ങളും ചെയ്യുന്ന ഒരു പ്രവണത, അതിപ്പോൾ പൊതുവെ ഒരു സമൂഹത്തിൽ പല സ്ഥലത്തും കണ്ടുവരുന്നുണ്ട് എന്നൊരു ചിന്ത പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ ഞാനിങ്ങനെ ശ്രദ്ധാപൂർവം കേൾക്കണം. എനിക്കിങ്ങനെ വേറെ ഏതെങ്കിലും ഒരു മതപരമായ കാര്യത്തിൻ്റെ ഇത് മനുഷ്യനെ നന്മയ്ക്കായി പറയുന്നൊരു കാര്യങ്ങളാണ് പെട്ടെന്നത് മനസ്സിൽ നിൽക്കും. അപ്പം അദ്ദേഹം പറയുന്നത്, പണ്ട് മുഹമ്മദ് നബിയുടെ ആ കാലത്ത് ഈ അടിമകൾക്ക് വേണ്ടി, അടിമകളെ ഒരു വർഷത്തിലൊക്കെയാണല്ലോ തുറന്നു, ഈ പെരുന്നാളിൻ്റെ അന്നൊക്കെയാണ് തുറന്നു വിടുന്നു പറയുന്നത്. അപ്പം അന്ന് ആ ഒരു പള്ളിയൊക്കെ ഉണ്ടാവുള്ളൂ. ആ പള്ളിയിൽ എല്ലാവരെയും ഒതുക്കി നിർത്താനുള്ള സൗകര്യം ഇല്ലാത്തതുകൊണ്ട് പുറത്തൊക്കെ നിർത്തിയിട്ട് അന്ന് അടിമകൾ കൂടി നിസ്കാരം ചെയ്യാനുള്ള സംവിധാനം ചെയ്തു കൊടുത്തിരുന്നു. അങ്ങനെയാണ് ഈ പറമ്പിലൊക്കെയുള്ള നിസ്കാരവും കാര്യങ്ങളൊക്കെ ആയത്. പക്ഷെ ചില ആളുകൾ, കുറച്ച് പേരെങ്കിലും എന്താ പറയുക, ഈ ഒരു പാത പിന്തുടരുന്നുണ്ട്. എവിടെ ഒരു പറമ്പ് കിട്ടിയാലും എവിടെ കിട്ടിയാലും അവിടെ നിന്ന് നിസ്കരിക്കും. അപ്പൊ ആ ഒരു പ്രവണത ഇപ്പോൾ നമുക്ക് സൗകര്യങ്ങളായി, നമുക്ക് തൊട്ടടുത്ത് തന്നെ നടന്നു പോകാനുള്ള ദൂരത്തിൽ അവരെ പള്ളികളാകുന്ന സാഹചര്യത്തിലും ഇപ്പോഴും അങ്ങനെ ചെയ്യുന്നവരുണ്ട്. അത് പാടില്ല എന്ന് പറഞ്ഞൊരു കാര്യം. രണ്ടാമത്തെ കാര്യം, വെള്ളിയാഴ്ച പെരുന്നാൾ വന്നു കഴിഞ്ഞാൽ ജുമാ നിസ്കരിക്കണോ എന്നുള്ളതാണ്. പുള്ളി ചോദിക്കുന്ന ആരാണ് ഇതൊന്നും വേണ്ട എന്ന് പറഞ്ഞുള്ളതാണ്. നമ്മൾ ഒരു ഗ്രന്ഥം, ഇപ്പോൾ ഖുറാനായാലും ബൈബിളായാലും ഭഗവത്ഗീതയായാലും, ഇതിലൊക്കെ എഴുതി വെച്ചിട്ടുള്ളത് നൂറ്റാണ്ടുകൾക്ക് മുന്നേ ഉള്ളതാണ്. അന്ന് എഴുതി വെച്ചിട്ടുള്ള സംഭവങ്ങളാണ് ഈ പണ്ഡിതന്മാരെല്ലാവരും പിന്തുടർന്നു പോകുന്നത്. ആ പിന്തുടർച്ചയിലാണ് സത്യത്തിൽ നമ്മളെപ്പോലുള്ള തലമുറയ്ക്ക് നിലനിന്ന് പോകുന്നത്. അപ്പോൾ നമ്മളുടെ കുറച്ച് പേര് ചേർന്ന് ഈ ഒരു നിയമങ്ങളൊക്കെ മാറ്റിയെടുക്കാൻ നോക്കുമ്പോൾ, അല്ലെങ്കിൽ ഇതൊന്നും ചെയ്തുകൊണ്ട് സമൂഹത്തിന് ഗുണം ഉണ്ടാവില്ല എന്ന് മാത്രമല്ല, ദോഷകരമായി ബാധിക്കുകയും ചെയ്യും. ഞാൻ ഇപ്പോൾ ഉദാഹരണം പറയുന്നത്, ഇപ്പോൾ ശബരിമല, അത് എടുത്തു പറയണല്ലോ നമ്മളെല്ലാം പറയുമ്പോൾ. ഈ ശബരിമലയിൽ ശരിക്കും നമ്മുടെ മാല ഇടുന്ന ഒരു സമയത്ത് ബ്രാഹ്മമുഹൂർത്തത്തിൽ കുളിക്കണം എന്നാണ്. കാക്ക നിലത്തിറങ്ങുന്നതിന് മുന്നേ നമ്മുടെ കുളി കഴിഞ്ഞ് ശാരീരിക ശുദ്ധി വരുത്തുന്നതാണ്. ശാരീരിക ശുദ്ധി വരുത്തിയിട്ട് നമ്മൾ മുങ്ങി കുളിക്കണം. അതായത് മുങ്ങി കുളിക്കുമ്പോൾ രാവിലെയാണ് മുങ്ങി കുളിക്കുന്നതിൽ മുദ്ര കൂട്ടി പിടിച്ചിട്ട് കിഴക്കോട്ട് നോക്കി നിന്ന് 7 തവണയോ 3 തവണയോ മുങ്ങി കുളിക്കണം. അതിനുശേഷം നമ്മൾ വീട്ടിലേക്ക് വരുമ്പോഴേക്കും വീട്ടിലുള്ള എല്ലാ ആളുകളും കുളിച്ച് ചാണകം തെളിച്ച് വൃത്തിയായി അവർക്ക് വേണ്ട ഭിക്ഷയും റെഡി ആയിരിക്കണം. ഭിക്ഷ ഉണ്ടാക്കുന്ന ആൾ ഉപ്പ് പോലും നോക്കാതെ ആ ഭക്ഷണം സ്വാമിക്ക് വിളമ്പി കൊടുക്കണം. സ്വാമിയുടെ മുന്നിൽ ഇരിക്കുമ്പോൾ ആ ഇലയിൽ വിളമ്പിയിരിക്കുന്ന ഭക്ഷണം അത് എന്ത് തന്നെ ആയാലും അതിന്ന് ഓരോ നുള്ളുകൾ എടുത്തിട്ട് അയ്യപ്പന് നിവേദ്യം ചെയ്തിട്ട്, അയ്യപ്പന് മുദ്ര പിടിച്ചിട്ട് അന്നദാന പ്രഭുവെ അഭിഷ്ടദായകനെ എന്ന് പറഞ്ഞ് അയ്യപ്പനെ ഒരു മാറ്റി വെച്ചിട്ടാണ് നമ്മൾ ഭക്ഷിക്കുന്നത്. അങ്ങനെ എത്ര ആചാര ലംഘനങ്ങൾ ഇതിപ്പോൾ ആരെങ്കിലും ചെയ്യുന്നുണ്ടോ? പലരും ബാത്റൂമിൽ നിന്ന് കുളിക്കുന്നു, ചൂടുവെള്ളത്തിൽ നിന്ന് കുളിക്കുന്നു. അങ്ങനെ പലതരത്തിലുള്ള ആചാര ലംഘനങ്ങളും കാര്യങ്ങളും ഒക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആ ആചാര ലംഘനങ്ങളെ കുറിച്ചിട്ടും ആചാര ലംഘനങ്ങൾ ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളുടെ ഏത് മതത്തിലായാലും മതപണ്ഡിതന്മാരും നമ്മുടെ ഗുരുക്കന്മാരും സന്യാസിവര്യന്മാരായാലും അല്ലെങ്കിൽ അച്ഛന്മാരായാലും ആര് തന്നെയായാലും നമ്മുടെ പ്രായത്തിനേക്കാളും പക്വതയും വിവരവുമുള്ള വലിയ വലിയ ആളുകൾ പറയുന്നത് നമ്മൾ അനുസരിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആ അനുസരിക്കുമ്പോഴാണ് നമ്മുടെ നാടിന് നല്ലതും നന്മകളൊക്കെ വരും. അല്ലെങ്കിൽ നമുക്കിപ്പോൾ മനസ്സിലാവില്ലെങ്കിലും ഭാവിയിൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരുപാട്, പിന്നെ നമുക്ക് തിരിച്ചു പിടിക്കാൻ പറ്റാത്ത ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമുക്കിടയിൽ വന്നു ചേരും. അപ്പോൾ ഈ കാന്തപുരം ഉസ്താദ് പറഞ്ഞത് ഇങ്ങനെ മനസ്സിൽ നിറഞ്ഞ് നിൽക്കുകയാണ്. കാരണം ഇങ്ങനത്തെ ഒന്നും നിയമങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. അതായത് വെള്ളിയാഴ്ച പെരുന്നാൾ വന്നു വെച്ചിട്ട് ജുമ്മ നിസ്കരിക്കേണ്ടത് ആര് പറഞ്ഞത്? അപ്പോൾ ഈ ഓരോരോ ഇപ്പോൾ മുമ്പത്തെ കാലത്ത് എന്ന് പറയുമ്പോൾ ചില ആളുകൾ ദൂരദേശങ്ങളിൽ നിന്ന് വന്ന് ഈ ഇന്ന ദിവസമായിരിക്കും പെരുന്നാൾ എന്ന് കരുതിയിട്ട് ദൂരദേശങ്ങളിലൊക്കെ വന്നിട്ട് പള്ളിയുടെ അടുത്ത് വന്നിട്ട് താമസിക്കും, എന്നിട്ട് നിസ്കരിച്ച് പോകും. അങ്ങനെയുള്ള ആളുകൾക്ക് ചില ഇളവുകളൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. എന്ന് കരുതിയിട്ട് ഇന്നത്തെ കാലത്ത് അതിൻ്റെ പ്രശ്നമില്ല. മുക്കിലും മൂലയിലൊക്കെ പള്ളികളുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇത് നല്ലൊരു സന്ദേശമായിട്ട് അദ്ദേഹം പറഞ്ഞതായിട്ട് എനിക്ക് തോന്നി. പ്രത്യേകിച്ച് പുതു തലമുറയോടുള്ള
ഒരു ഉപദേശം കൂടി ആയിട്ട് അദ്ദേഹം പറഞ്ഞു തോന്നി. അതെനിക്ക് ഞാനിങ്ങനെ അന്ന് മുതൽ ആഗ്രഹിക്കുന്ന അത് കേട്ടിട്ട് ഇതുപോലെ ഇപ്പം നമ്മൾ എന്തായാലും വീഡിയോ ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ പറയുന്നതുകൊണ്ട് ഇപ്പോൾ ഏത് മതത്തിലുള്ള ആളുകളായാലും നമ്മളുടെ ആചാര്യന്മാരൊക്കെ നമുക്ക് വേണ്ടി പറഞ്ഞു വെച്ചിട്ടുള്ള കാര്യങ്ങൾ എന്നും നാടിനും നമുക്ക് ഓരോരുത്തർക്കും നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അത് പിന്തുടരുമ്പോഴാണ് ആ പിന്തുടരുന്ന ഓരോ കുടുംബത്തിലും നല്ലത് മാത്രമേ സംഭവിച്ചിട്ടുണ്ടാവുള്ളൂ. നിങ്ങൾക്ക് ചിലപ്പോൾ ഒന്ന് ചുറ്റുവട്ടം മനസ്സുകൊണ്ട് നോക്കിയാൽ, കണ്ണുകൊണ്ടല്ല മനസ്സുകൊണ്ട് നോക്കിയാൽ കാണാൻ പറ്റും. നന്ദി.